ഇസ്രായേൽ പരാജയപ്പെടുന്നിടത്ത് തുർക്കി വിജയിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡ്രോൺ സംവിധാനങ്ങളുടെ മുന്നിൽ പരാജയപ്പെടുന്ന അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും. എന്നാൽ ഈ ഡ്രോണുകളെ വളരെ തന്ത്രപരമായി പരാജയപ്പെടുത്താൻ പറ്റിയ തുർക്കിയുടെ പുതിയ സംവിധാനമാണ് കോർക്കുട്ട് എന്നറിയപ്പെടുന്നത്. 1 മിനിറ്റ് സമയത്തിനുള്ളിൽ 1100 തിരകളാണ് ഈ ഡബിൾ തോക്കുകളിൽ നിന്ന് തെറിച്ചു വരുന്നത്. ഇവിടെ ഒരു ഡ്രോണിനും രക്ഷപ്പെടാൻ കഴിയില്ല. അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കാത്ത പലതും ഈ കോർക്കുട്ടിന് സാധിക്കും. ഇത് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന സംവിധാനമാണ്. ഇതിനു മുകളിൽ ഒരു 3D റഡാർ സംവിധാനം കൂടെയുണ്ട്. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഡ്രോണുകളെ എങ്ങനെയാണ് പരാജയപ്പെടുത്തുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അമേരിക്കയും ഇസ്രായേലും പരാജയപ്പെടുന്നിടത്ത് എങ്ങനെയാണ് തുർക്കി വിജയിക്കുന്നത്? ഹിസ്ബുള്ളയുടെ FPV ഡ്രോണുകൾക്ക് മുന്നിൽ ഇപ്പോൾ ഇസ്രായേൽ വലിയ രൂപത്തിലുള്ള ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത്തരത്തിലുള്ള ഡ്രോണുകൾക്ക് തുർക്കിയുടെ കോർക്കുട്ട് എന്നറിയപ്പെടുന്ന ഈ സംവിധാനങ്ങൾക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നത് വ്യക്തമാണ്. കാരണം അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കാത്ത പല ലക്ഷ്യങ്ങളെയും തകർക്കാൻ ഇതിന് സാധിക്കും. എന്ന് പറഞ്ഞാൽ വളരെ അടുത്തുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇത്തരം സംവിധാനങ്ങൾക്ക് കഴിയൂ. ഇത് സ്വയം പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. ഇതിന് മുകളിൽ നമുക്കൊരു 3D റഡാർ കൂടെ കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ ഒരു പ്രതിരോധ സംവിധാനം, ഇപ്പോൾ നാം അമേരിക്കയുടെ താഡ് സംവിധാനം എടുത്താലും ഇനി റഷ്യയുടെ S-300 അല്ലെങ്കിൽ 400 സിസ്റ്റങ്ങളെല്ലാം ഉപയോഗിച്ചാൽ അതിനെല്ലാമുള്ള പരിമിതികൾ ഇവിടെ പരിഹരിക്കപ്പെടുന്നു എന്നതാണ്. അത് ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ, മിസൈലുകളെ പ്രതിരോധിക്കാൻ 300 അല്ലെങ്കിൽ S-400 തന്നെ വേണം. അതേ സമയത്ത് അടുത്തുള്ള ലക്ഷ്യങ്ങൾ, ഹെലികോപ്റ്ററുകൾ, അതുപോലെ ഡ്രോണുകൾ, അതുപോലെ തന്നെ ക്രൂസ് മിസൈലുകൾ, ഇതിനെയൊക്കെ പരാജയപ്പെടുത്താൻ ഈ സംവിധാനത്തിന് സാധിക്കും. മാത്രമല്ല ഇത് പ്രധാനമായി ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഭാഗത്ത് സൈനികരുണ്ടെങ്കിൽ അവരുടെ പൂർണ്ണ സുരക്ഷ, അവരെ ഡ്രോണുകൾ അറ്റാക്കുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇതിന് കഴിയും. മാത്രമല്ല ഇത് ഏത് സ്ഥലങ്ങളിലേക്കും ഇതിനെ വിന്യസിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാം, വലിയ അയൺ ഡോം ആണെങ്കിലും അതുപോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കാൻ വളരെ പ്രയാസമുണ്ട്. ഇത് സാധാരണഗതിയിൽ ടാങ്കുകളെ പോലെ ഇതിന് ഏത് സ്ഥലങ്ങളിലും എത്താൻ കഴിയും. സ്വയം ഇതിന് ലക്ഷ്യങ്ങളെ കണ്ടെത്താൻ കഴിയും. നമുക്കറിയാം, ഒരു S-300 അല്ലെങ്കിൽ 400 അല്ലെങ്കിൽ അമേരിക്കയുടെ താഡ് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അയൺ ഡോം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം അത് വളരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുകയുള്ളൂ. കാരണം അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു വലിയ മിസൈൽ, ആ മിസൈൽ ഏകദേശം ദൂരം പറന്നെത്തുമ്പോഴാണ് അതിന് ത്രസ്റ്റർ ഉപയോഗിച്ച് അല്ലെങ്കിൽ റിയാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ച് അതിന്റെ ലക്ഷ്യം മാറ്റാൻ സാധിക്കുക. കാരണം ഒരു 300 അല്ലെങ്കിൽ 400 S-300 അല്ലെങ്കിൽ 400 ഡിഫൻസ് സിസ്റ്റം, അതിൽ നിന്ന് മിസൈലുകൾ ലംബാകൃതിയിലാണ് തെറിക്കുന്നത്. ആ ലംബാകൃതിയിൽ തെറിച്ചിട്ടുള്ള ആ ഒരു മിസൈൽ നേരെ ഡയറക്റ്റ് ആണ് അത് പോകുന്നത്. അതിന്റെ ദിശ മാറ്റാൻ ഒരു ത്രസ്റ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ ദിശ മാറ്റുന്നത്. പക്ഷെ അപ്പോഴേക്ക് ഏകദേശം ഒരു വലിയ ദൂരം അത് സഞ്ചരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ അടുത്തുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഹെലികോപ്റ്ററുകളാണെങ്കിലും ഡ്രോണുകളാണെങ്കിലും ഇതിനെയൊക്കെ ആക്രമിക്കാൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പരിമിതിയുണ്ട്. ഇനി അമേരിക്കയുടെ താഡ് സംവിധാനമാണെങ്കിൽ അത് നേരെ ലംബാകൃതിയിലല്ല, ഏകദേശം ഒരു 45 അല്ലെങ്കിൽ 60 ഡിഗ്രി ഒക്കെയാണ് അത് ചെരിഞ്ഞു നിൽക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും അതിന്റെ ലക്ഷ്യങ്ങളിലേക്ക് തിരിയാൻ ഇത്തരത്തിലുള്ള ത്രസ്റ്റർ അല്ലെങ്കിൽ റിയാക്ഷൻ കൺട്രോൾ സിസ്റ്റങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. പക്ഷെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഏത് ഭാഗത്തേക്കും അത് ഓട്ടോമാറ്റിക്കായി വളരെ പെട്ടെന്ന് താഴെയുള്ള ലക്ഷ്യങ്ങളെയും അതുപോലെ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെയും ഒരേ സമയം ആക്രമിക്കാൻ സാധിക്കും. മാത്രമല്ല ഇതിൽ നിന്നും പുറത്തേക്ക് വരുന്നത് 1 മിനിറ്റ് സമയത്തിനുള്ളിൽ 1100 തിരകളാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മുന്നിൽ നിന്ന് ഒരു ഡ്രോണിനും രക്ഷപ്പെടാൻ കഴിയില്ല. FPV ഡ്രോണുകളാണെങ്കിലും അതുപോലെ തന്നെ കാമിക്കാസി ഡ്രോണുകളാണെങ്കിലും ഇതിനെയൊക്കെ നിഷ്പ്രയാസം തകർത്ത് കളയാൻ ഇതിന് സാധിക്കും. ഇന്ന് ആധുനിക കാലത്തെ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ സൈനികർ ഭീഷണി നേരിടുന്നത് ഡ്രോണുകളുടെ അറ്റാക്കുകളിൽ നിന്നാണ്. നമുക്കറിയാം, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ, അതുപോലെ ഇസ്രയേലും ലെബനാനും ഇപ്പോൾ തമ്മിൽ നടക്കുന്ന സംഘടനകളിൽ ഇവിടെയൊക്കെയും വലിയ വെല്ലുവിളിയായി മാറുന്നത് ഡ്രോണുകളാണ്. മാത്രമല്ല ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അമേരിക്കയുടെ പല പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്തെറിഞ്ഞത് ഇറാന്റെ ഷഹദ് 136 പോലുള്ള ഡ്രോണുകളാണ്, കാമിക്കാസി ഡ്രോണുകളാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഡ്രോണുകളെ എല്ലാം വളരെ അടുത്തെത്തിയാൽ പോലും അതിനെ തകർക്കാൻ ഈ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ ഒരു വലിയ വൈഡ് ഏരിയയിൽ ഒരു ചെറിയ സമയത്തിൽ ആക്രമണം നടത്താൻ അതിന് സാധിക്കും. അതിൽ നിന്ന് എത്ര ലക്ഷ്യങ്ങൾ തെന്നിമാറിയാലും ആ ഭാഗത്തേക്കെല്ലാം നിരന്തരമായി ആക്രമിച്ച് അതിനെ കീഴ്പ്പെടുത്താൻ
ഈ സംവിധാനത്തിന് സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത.